നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 22 ബുധൻ 2025. പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് കാലത്ത് സംസ്ഥാന ആരോഗ്യവകുപ്പ് PPE കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്ന് CAG റിപ്പോർട്ടുകൾ. 10.23 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ഉണ്ടായെന്നും പൊതുവിപണിയേക്കാൾ 300% കൂടുതൽ പണം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന CAG കണ്ടെത്തലിന് പിന്നാലെ പ്രതികരിച്ച് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഈ വിഷയത്തിൽ നേരത്തെ മറുപടി പറഞ്ഞതാണെന്നും കിറ്റിന് ക്ഷാമമുണ്ടായിരുന്നപ്പോൾ കുറച്ച് കിറ്റുകൾ കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണെന്ന് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെയും അറിവോടെയാണ് അഴിമതി നടന്നത്. സർക്കാരില്ലത് കൊള്ളക്കാരെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ ജനപ്രതിനിധികൾ പാർട്ടി മാറുമ്പോൾ ആ സ്ഥാനം രാജിവെക്കണമെന്ന വിചിത്രവാദവുമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള സപ്ലിമെൻ്റ് ന്യൂട്രീഷൻ പദ്ധതികൾക്കായി വൻ തുക അനുവദിച്ചതായി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പദ്ധതിയുടെ ഭാഗമായി ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയുമാണ് നൽകുന്നത്. ലൈഫ് ഭവന പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഗ്രാമീണ മേഖലയിൽ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക അനുവദിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിതമായ വീട് ഉറപ്പാക്കുന്ന ഭവന പദ്ധതിക്ക് ഇതുവരെ 5684 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 26 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം 2025 പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് 12 വിശിഷ്ടാതിഥികൾക്ക് ക്ഷണം ലഭിച്ചു. വിവിധ മേഖലയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കാണ് ഇക്കുറി രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ക്ഷണം ലഭിച്ചിട്ടുള്ളത്. നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസ് ജയിലിലെ ബോബി ചുമന്നൂരിന് വഴിവിട്ട രീതിയിൽ സഹായം ചെയ്ത സംഭവത്തിൽ 2 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മധ്യമേഖലാ ജയിൽ DIGP അജയ്കുമാർ, എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് ഈ നടപടി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ 56 വയസ്സിനുള്ളവരെയും ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരായി നിയമിക്കാവുന്നതാണെന്ന് സർക്കാർ ഉത്തരവിട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. നിലവിൽ സ്ഥിരം നിയമനത്തിന് അപേക്ഷിക്കാവുന്ന പ്രായം കഴിഞ്ഞാൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാറില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമായ കവചം നിലവിൽ വന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളായി സ്ഥാപിച്ചിട്ടുള്ള 91 സൈറണുകളാണ് അത്യാഹിത സാഹചര്യങ്ങളുള്ള മുന്നറിയിപ്പ് കവചമായി പ്രവർത്തിക്കുക. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. തലസ്ഥാനത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യാലയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകുന്നതിനെതിരെ വാട്ടർ അതോറിറ്റി. വ്യവസായ ആവശ്യത്തിന് വെള്ളം നൽകാനാകില്ലെന്ന് വാട്ടർ അതോറിറ്റി സർക്കാർ അറിയിച്ചതായി പാലക്കാട് വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ EN സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിൽ കുടിവെള്ളം തന്നെ കൊടുക്കാനില്ലെന്ന സ്ഥിതിയിലായിട്ടുള്ളതെന്നും പിന്നെ എങ്ങനെയാണ് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. മുൻ MPയും ജില്ലയിലെ മുതിർന്ന നേതാവുമായ NN കൃഷ്ണദാസിനെതിരെ CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടാണ് രൂക്ഷ വിമർശനം. റെയിൽവേ മെയിൽസ് സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. RMS ഓഫീസുകളെ സ്പീഡ് പോസ്റ്റ് പ്രോസസ്സിംഗ് ഹബ്ബുകളായി സംയോജിക്കാനും രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനങ്ങൾ സ്പീഡ് പോസ്റ്റ് സേവനങ്ങളുമായി ഏകോപിപ്പിക്കാനും തീരുമാനിച്ചതിൻ്റെ ഭാഗമായി രാജ്യത്തെ 312 RMS ഓഫീസുകളാണ് അടച്ചുപൂട്ടപ്പെടുന്നത്. NM വിജയൻ്റെ ആത്മഹത്യാ കേസിൽ വയനാട് DC ഓഫീസിൽ പോലീസ് പരിശോധന. DCC പ്രസിഡന്റ് ND അപ്പച്ചനെ ചോദ്യം ചെയ്തതിനിടെ അദ്ദേഹവുമായി എത്തിയാണ് പോലീസ് രേഖകൾ പരിശോധിച്ചത്. NM വിജയൻ്റെ കത്തുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം KPC പ്രസിഡന്റ് K. സുധാകരനെയും ചോദ്യം ചെയ്യും. കൂത്താട്ടുകുളം നഗരസഭയിൽ CPMൻ്റെ വനിതാ കൗൺസിലെ CPM M നേതാക്കളും പ്രവർത്തകരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവം ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് PV അൻവറിൻ്റെ ഈ രൂക്ഷ വിമർശനം. കൂത്താട്ടുകുളം നഗരസഭയിൽ നടന്നത് കുതിരക്കച്ചവടമാണെന്ന് CPM. നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിൽ തുടങ്ങി തട്ടിക്കൊണ്ട് പോകലിലും പാർട്ടി പ്രവർത്തകരുടെ അറസ്റ്റിലേക്കും നയിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ വിശദീകരണമായി നടത്തിയ പൊതുസമ്മേളനത്തിലാണ് വിമർശനം ഉയർന്നത്. സമഗ്ര ലാബറട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ മേഖലയിലെ ലാബുകളായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണയ ലാബറട്ടറി ശൃംഖല 3 മാസങ്ങളിൽ പൂർണ്ണതോതിൽ സംസ്ഥാനമൊട്ടാകെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നിർണയ ലാബ് നെറ്റ്വർക്കുകളുടെ നിർദ്ദിഷ്ട പരിശോധനാ ഫലങ്ങൾ മൊബൈലിലൂടെ അറിയാനും സാധിക്കും. ഇതിനായുള്ള സോഫ്റ്റ്വെയർ
പൈലറ്റാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. PT തോമസ് ആയിരിക്കും തന്നെ താങ്ങിയെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് തൃക്കാക്കര MLA ഉമാ തോമസ്. സുഖം പ്രാപിച്ചു വരുന്ന ഉമാ തോമസ് സന്ദർശിച്ച പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദ് ബോസിനോട് സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണു തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒഴിച്ചാൽ താൻ ആരോഗ്യവതിയാണെന്നും ഉമാ തോമസ് പറഞ്ഞു. അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം ചെയ്തിരുന്ന സമസ്ത കാന്തർ വിഭാഗത്തിൻ്റെ വിമർശനത്തിനെതിരെ നിലപാടെടുത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതുയിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങുന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നും അങ്ങനെ ശാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്യപുരുഷന്മാരായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം ചേരുന്ന സമസ്ത കാന്തപുര വിഭാഗത്തിന് വിമർശനത്തിനെതിരെ രംഗത്തെത്തിയ MV ഗോവിന്ദനെ വിമർശിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കണ്ണൂരിൽ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിൽ ഒറ്റ സ്ത്രീ ഇല്ലെന്നും എല്ലാ പുരുഷന്മാരാണെന്നും എന്തേ അവിടെ സ്ത്രീകളെ പരിഗണിച്ചില്ലെന്നും കാന്തപുരം ചോദിച്ചു. ഞങ്ങളുടെ മതത്തിൻ്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണെന്നും മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ടെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. വഞ്ചിയൂർ വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറെ പീഡന പരാതിയിൽ വെടിയേറ്റ യുവതിയുടെ ഭർത്താവ് പിടിയിൽ. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സുജിത്തിനെ കൊല്ലം കണലൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സുജിത്തിൻ്റെ ഭാര്യയെ വീട്ടിൽ കയറി എയർഗൺ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് വനിതാ ഡോക്ടർ പിടിയിലായത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭിന്നതയിലും സമവായത്തിന് വഴിയൊരുങ്ങുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് മാർ ജോസഫ് പാമ്പാനി ഉറപ്പ് നൽകിയെന്ന് വൈദികർ പറഞ്ഞു. ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതികരണം. പാലക്കാട് നെന്മാറ അയിലൂർ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പ നടത്തിയ കേസിൽ CPM നേതാക്കളായ മുൻ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും ക്ലർക്കും അറസ്റ്റിൽ. വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷാ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മണവാളിനെ റിമാൻഡ് ചെയ്തു. മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. പാലക്കാട് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. തുടർ നടപടികൾ അടുത്ത ദിവസം ചേരുന്ന രക്ഷകർത്താ മീറ്റിംഗിൽ തീരുമാനിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. എറണാകുളം പട്ടിമരം 38-കാരിയെ വീട്ടു മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിപ്പറ്റം ചേലക്കുളം പൂച്ചക്കുഴി വെള്ളക്കാട്ട് വീട്ടിൽ നിഷയാണ് മരിച്ചത്. വീടിൻ്റെ കിടപ്പൂറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം കൂടുതൽ വ്യക്തമാകൂ. ഗോമൂത്രം കുടിച്ചാൽ രോഗങ്ങൾ വിട്ടൊഴിയുമെന്ന് പ്രസ്താവിച്ച മദ്രാസ് IIT ഡയറക്ടർ V കാമകോടിയെ പിന്തുണച്ച് തമിഴ്നാട്ടിലെ BJP നേതാക്കൾ. RG കാർ ബലാത്സംഗ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ബംഗാൾ സർക്കാർ. കുത്തേറ്റ് ചികിത്സയായിരുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടു. ഇന്നലെ ഉച്ചയോടെ ഡിസ്ചാർജായ താരം വൈകിട്ടോടെയാണ് ആശുപത്രി വിട്ടത്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറിക്കുകയാണ് BJP RSS അജണ്ടയെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. തുർക്കിയിലെ ബഹുനില റിസോർട്ടിൽ വൻ തീപിടുത്തം. 66 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബോലു പ്രവിശ്യയിലെ ഗ്രാൻഡ് കർത്താൽ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായി. ഇന്നലെ പുലർച്ചെ 3:30 അപകടം. ലോകാരോഗ്യ സംഘടന ഇനി അമേരിക്കയില്ല. ലോകാരോഗ്യ സംഘടന അമേരിക്ക നൽകുന്ന ഫീയുമായ സാമ്പത്തിക സഹായം അനാവശ്യ ചെലവെന്ന് 47ാമത് പ്രസിഡന്റായ അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 5 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.